പ്രാങ്ക് ചെയ്ത കാര്യം ബിന്നിയോട് പറഞ്ഞതിന് ശേഷം ബിന്നിയുടെ റിയാക്ഷൻ്റെ കാര്യം നൂറയോട് സംസാരിക്കുകയാണ് അനുമോള്. ഇത്രയും ദിവസമായില്ലേ നമ്മളിവിടെ വന്നിട്ട്, ഇപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമുണ്ട്. എന്തിനാണ് അവൾ അങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാൻ പൂരി ഉണ്ടാക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൂടെ ഞാൻ പറഞ്ഞെങ്കിൽ ഇപ്പോൾ എന്തോ ആയനെ. അവൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്കറിയത്തില്ല. അവളുടെ സ്വഭാവം വേറൊരു രീതിയാണ്. ഇനി അവളോട് പറയാതെ ചെയ്തത് കൊണ്ടാണോ എന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഒരു ഇഷ്യൂ ഉണ്ടാക്കത്തില്ല. ഇപ്പം നമ്മൾ ഇത്രയും ദിവസമായില്ലേ എല്ലാവരും കൂടെ. അനുമോള് പറയുന്നുണ്ട് പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാമോ? ഇപ്പം നമ്മൾ കറി വെക്കുകയാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ അറിയാം എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ ചോറും അതനുസരിച്ച് കറിയും വിളമ്പി നമ്മൾ കൊടുക്കുകയാണ്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് കൊടുക്കാമല്ലോ. പുള്ളിക്കറി അങ്ങനെയല്ല. എത്ര കറി ഉണ്ടെന്ന് വിചാരിച്ചാലും ആദ്യമേ തന്നെ കുറച്ചേ കൊടുക്കത്തുള്ളൂ, പിന്നെ രണ്ടാമത് കൊണ്ടുപോകണം. അങ്ങനെ കൊടുക്കുന്നതിനകത്ത് അർത്ഥമില്ല എന്ന് അനുമോള് പറയുന്നുണ്ട്. മട്ടനും ചിക്കനും ഒക്കെ വിളമ്പുമ്പം അവൾ എപ്പോഴും വന്നിട്ട് എന്നോട് പറയും, മാറ്റി നമുക്ക് വേണ്ടി മാറ്റി എന്ന്. നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് അവൾ പറയരുത്. മട്ടനും ചിക്കനും വേണ്ടിയൊക്കെ ഇവർ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. എല്ലാവരും ഒരു പീസെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണല്ലേ. അപ്പം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. അങ്ങനെ ഞാൻ നോക്കിയിട്ടുള്ളൂ. പിന്നെ മാറ്റി വെക്കുന്നതിലാണ് കൂടുതൽ പീസെങ്കിൽ പിന്നെന്ത് ചെയ്യും? അപ്പം നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ തികയത്തില്ല. പിന്നെ നമ്മളത് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇല്ലേ മാറ്റി വെച്ച പാത്രം മൊത്തത്തിലെടുക്കും. അപ്പോഴത് കാണുന്നവരുടനെ ചോദിക്കും, അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണല്ലേ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെക്കാത്തത്. കഴിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കഴിച്ചങ്ങ് തീർക്കുക, വയറ് നിറയ്ക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യം പിന്നത്തെ കാര്യമാണ്, അത് അന്നേരം നോക്കാം. അനുമോള് പറയാണ്, ഇനി എൻ്റെ ജന്മത്തിൽ ഞാനിനി പിന്നീട് കൂടെ കിച്ചണിൽ കയറത്തില്ല കേട്ടോ. ഇതിപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പേര് നിൽക്കുകയാണ്, ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ നിൽക്കുമ്പം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ അവരോടൊപ്പം നിൽക്കേണ്ടി വന്നു. അതാണ് സംഭവിച്ചത്. അനുമോള് നൂറയോട് പറയുകയാണ്.